സുനിത കുക്കൂസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. ചെറുപയറും പപ്പായയും കൊണ്ടുള്ള ഒരു തോരൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുതിർത്ത് വെച്ച ചെറുപയറങ്ങ് ചേർത്ത് കൊടുത്തു. ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. കുതിർത്ത പയറായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതി. ഇനി ഇതിലേക്ക് പയറിന് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പയർ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, കാന്താരി മുളക്, തേങ്ങ ഇത്രയും കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പയറൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുത്തു. തുറന്നു നോക്കി ഒന്നും കൂടെ ഒന്ന് ഇളക്കുകയാണ്. അപ്പം നമുക്ക് പയർ വെന്തോന്നൊന്ന് നോക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, അപ്പോഴൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പയർ വെന്തിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞ് വെച്ച പപ്പയ്ക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പപ്പയ്ക്ക എന്നും ഓമയ്ക്ക എന്നും ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന ഒരു സംഭവമാണിത്. നമ്മുടെ നാട്ടിൽ, അതായത് മലപ്പുറത്തോട്ടൊക്കെ ഓമയ്ക്ക, വേറെ ഒരുപാട് പേരുകൾ പറയും കേട്ടോ. അപ്പൊ ഇവിടെ ട്രിവാൻഡ്രത്താണിത് പപ്പയ്ക്ക എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. പപ്പയ്ക്കും ഒരുപാട് വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. 5 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്നു നോക്കി ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും അതുപോലെ തന്നെ ഒതുക്കി വെച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ പപ്പയ്ക്കയും വെന്തിട്ടുണ്ട് കണ്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഈ അരപ്പൊന്ന് വെന്ത് വരണം. 1 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് തന്നെ വെച്ചാൽ മതി. ചട്ടി ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല തീയാണ്. അപ്പോൾ 1 മിനിറ്റ് തന്നെ മതി. എന്നിട്ട് നന്നായിട്ട് തുറന്ന മളതങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. ചട്ടി ഒരു സ്വല്പം ചെറുതായി, കുഴഞ്ഞു പോകാതെ നല്ലതുപോലെ അങ്ങ് ഉപ്പും കൂടെ നോക്കുകയാണ്. അപ്പോൾ ഈ പപ്പയ്ക്ക് നമ്മൾ ഉപ്പ് ചേർക്കണമായിരുന്നു. അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പപ്പയ്ക്ക ചേർത്ത് ആ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് വേണമായിരുന്നു നമ്മളത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പം ഞാനൊരു തവിയുടെ കണ ഇതുകൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം കുഴഞ്ഞു പോകാതെ കിട്ടും. അതിനാണ് ഞാൻ തവിയുടെ കണ കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും കൂടെ എത്തുകയും ചെയ്യും. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരി, ഉഴുന്ന് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ചേർക്കുന്നില്ല. കടുക് ചേർത്ത് കൊടുത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ല തീ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ തോരനില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം.
നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. അപ്പോൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലെന്നുള്ള ഓപ്ഷനോടൊന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.